നീറ്റ് പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് യാത്ര മാറ്റി പ്രധാനമന്ത്രി. വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയാണ് പ്രധാനമന്ത്രി മാറ്റിവെച്ചത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടിവരും. എപ്പോഴുള്ള യാത്രയാണ് അദ്ദേഹം മാറ്റിവെച്ചത്? 2:15-നാണ് പരീക്ഷ തുടങ്ങിയത്. ഇന്ന് രാവിലെ യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിലായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഇന്ന് 1:15 കൂടിയാണ് മടങ്ങിയെത്തിയത്. 1:15 ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ശേഷം അദ്ദേഹം വീട്ടിലേക്കുള്ള യാത്രയാണ് പിന്നീട് മാറ്റിവെച്ചത്. അതായത് 2 മണിക്കാണ് പരീക്ഷ തുടങ്ങാൻ പോകുന്നത്. ഈ 2 മണിക്കുള്ള പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പലയിടത്തും ഇത്തരത്തിൽ പ്രധാനമന്ത്രി കടന്നു പോകുമ്പോൾ ഡൽഹിയിലെ സ്ഥിരം കാഴ്ചയാണ് ഏറെ നേരം റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പ്രധാനമന്ത്രിക്ക് കടന്നു പോകാനുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട് പോലീസ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാൻ വൈകും എന്നതിനാലാണ് ഏകദേശം 45 മിനിറ്റോളം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി കാത്തിരുന്നത്. വിദ്യാർത്ഥികൾക്ക് അവിടെ എത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ ബുർക്ക ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയെ ഈ പരീക്ഷാ ഹാളിൽ കയറ്റിയില്ല എന്നതായിരുന്നു. പക്ഷേ അത് പിന്നീട് അധികൃതരെത്തി അവരെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിപ്പോൾ പ്രധാനമന്ത്രി കാണിച്ചതുപോലെ രാജ്യം ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇന്ന് നടക്കാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.